പ്രകൃതിയോടൊത്ത് ഇണങ്ങിയ കൃഷിയിടം തേടിയാണ് ഹരിതഭാരതത്തിൻ്റെ ഇന്നത്തെ പ്രയാണം. വാളയാർ ചെക്ക് പോസ്റ്റിനടുത്തുള്ള മായംപെട്ടി എന്ന തമിഴ്നാട് അതിർത്തി ഗ്രാമത്തിലേക്ക് നീങ്ങുന്നത് നന്നേ പുലർച്ചെ. അതുകൊണ്ടാവാം പലപ്പോഴും തിരക്കു നിറഞ്ഞ നിരത്തുകൾ ഏറെക്കുറെ ശൂന്യമായിരുന്നു. ഇരുപുറവും വൃക്ഷലതാദികൾ നിറഞ്ഞ റോഡിലൂടെ യാത്ര തുടരുമ്പോൾ തമിഴ്നാടിൻ്റെ ഗ്രാമീണ ഭംഗി ഞങ്ങളെ മാടി വിളിക്കുന്നതുപോലെ. മഞ്ഞുമൂടിയ മലനിരകളുടെ ഓരത്തു കൂടിയുള്ള യാത്ര അവസാനിക്കുന്നത് മായംപെട്ടിയിൽ. ചുറ്റും വ്യവസായ കേന്ദ്രമാണ്. വൻ വ്യവസായങ്ങൾ തഴച്ചു വളരുന്ന തമിഴ്നാടൻ അതിർത്തി ഗ്രാമത്തിൽ ഞങ്ങൾ ചെന്നെത്തിയ സ്ഥലം ശരിക്കും അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്തു. കാറ്റിലാടുന്ന കതിർക്കുലകളെ വകഞ്ഞുമാറ്റി പാടവരമ്പിലൂടെ നടന്നു ചെല്ലുമ്പോൾ ചാണകവും മണ്ണും കുഴഞ്ഞു കിടക്കുന്ന മുറ്റം. പാലക്കാട് ചിറ്റൂരുള്ള വെറ്റിനറി ഡോക്ടർ ശുദ്ധോധനനാണ് ഹരിതഭാരതത്തെ നയിച്ചത്. ശുദ്ധോധനൻ ഞങ്ങളെ എത്തിച്ചത് പാപ്പാത്തിയമ്മയുടെ കുടുംബത്തിലേക്ക്. എങ്ങും ചാണകം പതിഞ്ഞ കാൽപ്പാടുകൾ, പനയോല മേഞ്ഞ കൂരകൾ അങ്ങിങ്ങായി. അതിനകത്തും പുറത്തുമായി പശുക്കളും ആടുകളും കോഴികളും നായ്ക്കളുമെല്ലാം. നദീതട സംസ്കൃതിയുടെ തിരുശേഷിപ്പ് പോലെയാണ് ഈ കർഷക കുടുംബം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. വ്യവസായ മേഖലയ്ക്ക് മധ്യയുള്ള 10 ഏക്കർ സ്ഥലത്ത് തികച്ചും ഗ്രാമീണമായ സാഹചര്യം ഒരുക്കുകയാണ് പാപ്പാത്തിയമ്മയുടെ മക്കളായ ചെല്ലമ്മയും തങ്കമ്മയും. നാഗരികതയോട് തീർത്തും പുറംതിരിഞ്ഞു നിൽക്കുന്ന ഇവർ കാർഷിക സംസ്കൃതിയുടെ തനതു പാരമ്പര്യം കാത്തുസൂക്ഷിക്കുകയാണ്. 300ഓളം പശുക്കളും കാളകളും കിടാങ്ങളുമാണ് ചെല്ലമ്മയുടെയും തങ്കമ്മയുടെയും ഫാമിലുള്ളത്. ഇതുകൂടാതെ 200 ആടുകളും ഈ ഫാമിൽ കഴിഞ്ഞു വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന കാലി ഇനത്തിൽ നിന്നും തികച്ചും വിഭിന്നമാണ് ഇവിടുത്തെ കന്നുകാലികൾ. ഹൈറേഞ്ച് ഡോർഫ് എന്ന ഇനം പശുക്കളാണ് ഈ ഫാമിലുള്ളത്. വർഗശുദ്ധിയുള്ള പ്രത്യേക ഇനം പശുക്കളാണ് ഇവയെന്ന് ഡോക്ടർ ശുദ്ധോധനൻ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ തനത് കന്നുകാലി വർഗ്ഗങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ കാലാവസ്ഥയ്ക്കും ഭക്ഷണത്തിനും ഒക്കെ അനുയോജ്യമായ വിധത്തിൽ ഡെവലപ്പ് ചെയ്തു വന്നൊരു വർഗ്ഗമാണ്. ഇതിനെ പാടെ അവഗണിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രജനന നയം രൂപവൽക്കരിക്കുകയും സങ്കരവർഗ്ഗം കന്നുകാലികളെ വിദേശത്തു നിന്ന് കൊണ്ടുവന്ന ജേഴ്സി, ബ്രൗൺസിസ്, ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ തുടങ്ങിയ ഇനങ്ങളുമായിട്ട് ഇണചേർത്ത് നമ്മുടെ സങ്കരവർഗ്ഗം കന്നുകാലികളെ ഉൽപ്പാദിപ്പിച്ചതോടുകൂടി നമ്മൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പാലുൽപാദനം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രം കൈവരിക്കാൻ കഴിഞ്ഞുവെങ്കിലും ആദ്യത്തെ ആ ഒരു ഉൽപ്പാദനക്ഷമതയ്ക്ക് ശേഷം ഇപ്പോൾ 8ാമത്തെ 9ാമത്തെ ജനറേഷൻ എത്തുമ്പോഴേക്ക് തന്നെ ഉൽപ്പാദനം വളരെ കുറഞ്ഞു വരുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റ് കോസ്റ്റ്, അതായത് തീറ്റ ചെലവ്, നല്ല തൊഴുത്ത് ആവശ്യം, പിന്നെ പരിചരണം, രോഗപ്രതിരോധ ശക്തി കുറവ്, അപ്പോൾ ചികിത്സയ്ക്കും രോഗപ്രതിരോധ നടപടികൾക്കും പിന്നെ വന്ധ്യതയ്ക്ക് പരിഹാരമായിട്ടുമൊക്കെ ഒരുപാട് ചെലവ് വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ആദ്യത്തെ ഒരു ഹൈബ്രിഡ് വിഗറിന് ശേഷം പാലുൽപാദനം കുറഞ്ഞ് വരുന്ന ഒരു അവസ്ഥയിലാണ് നാം എത്തി നിൽക്കുന്നത്. ഇന്ത്യയിൽ 1963 കേരളത്തിൽ ആദ്യമായിട്ട് ഇൻഡോസിസ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടിയാണ് ഈ കന്നുകാലികളിൽ ക്രോസ് ബ്രീഡിംഗ് സംവിധാനം ആദ്യമായിട്ട് നിലവിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്രോസ് ബ്രീഡിംഗ് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൃത്രിമ ബീജസങ്കലനം വഴി കന്നുകാലികളെ ഗർഭം ധരിപ്പിക്കുന്നതിനുള്ള ആദ്യപടിയായിട്ട് നമ്മൾ വളരെ അശാസ്ത്രീയമായൊരു മാർഗ്ഗമാണ് അവലംബിച്ചത്. നാട്ടിൽ ലഭ്യമായിരുന്ന എല്ലാ വിത്ത് കാളകളെയും വരിയുടച്ചുകൊണ്ട് ഒരു മൂരികളും ഇവിടെ പശുക്കളുമായി ഇണചേരാൻ ലഭ്യമല്ലാത്തൊരവസ്ഥ ഉണ്ടാക്കിക്കൊണ്ടാണ് ആശുപത്രികളിലേക്ക് കുത്തിവയ്പ്പിനായിട്ട് കന്നുകാലികളെ കൊണ്ടുവരുന്നതിനുള്ള ഒരവസരം ഉണ്ടാക്കിയത്. ഇപ്പോൾ 63 ശേഷം 40 വർഷത്തിന് ശേഷം നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ കേരളത്തിൻ്റെ കന്നുകാലി സമ്പത്തിൽ തന്നെ 82.5% കന്നുകാലികളും സങ്കരവർഗ്ഗമായി മാറിക്കഴിഞ്ഞു.
ബാക്കി അവശേഷിക്കുന്ന കന്നുകാലികൾ തന്നെയും കൃത്യമായ ഒരു സ്വഭാവ സവിശേഷതകളൊന്നും പറയാൻ പറ്റാത്ത വിധത്തിലുള്ള നോൺ ഡിസ്ക്രിപ്റ്റ് വർഗത്തിൽപ്പെട്ട കന്നുകാലികളായിട്ട് മാറുകയാണ് ചെയ്തത്. അതേസമയം തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ അവരുടെ ബ്രീഡിംഗ് പോളിസി രൂപവൽക്കരിച്ചപ്പോൾ തന്നെ അവരുടെ തനത് കന്നുകാലി വർഗ്ഗങ്ങളെ പരിരക്ഷിക്കുന്നതിനുള്ള പദ്ധതികൾ ഇതിൻ്റെ ഒപ്പം തന്നെ നടപ്പാക്കുകയുണ്ടായി. അവരുടെ വിലയേറിയ നാടൻ ജനുസുകളെ സംരക്ഷിച്ച് നിർത്തിയതിൻ്റെ ഒപ്പമാണ് പാലുൽപാദനം ലക്ഷ്യമാക്കിയുള്ള കന്നുകാലികളെ വർഗ്ഗങ്ങൾ ഉണ്ടാക്കിയെടുത്തതും. അപ്പോൾ നമ്മൾ അതേപോലെ നമ്മുടെ തനത് കന്നുകാലികളുടെ വർഗ്ഗങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു നടപടി ഉണ്ടാകാത്തത് കൊണ്ട് ഇപ്പോൾ നമ്മുടെ പശുക്കൾക്ക് സ്വതേ ഉണ്ടായിരുന്ന രോഗപ്രതിരോധ ശക്തി, അതുപോലെ പുതിയ ഈ വന്ധ്യതാ പ്രശ്നമില്ലായ്മ, ചൂട് താങ്ങാനുള്ള കഴിവ്, മഴയും വെയിലും ചൂടുമൊക്കെ ഏറ്റു വളരുന്ന രീതിയിലുള്ള ഒരു ജീവിതക്രമത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ട് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള തൊഴുത്തുകളിൽ നിർത്തിയിട്ട് സായിപ്പിനെ വളർത്തുന്ന പോലെ കന്നുകാലികളെ വളർത്താൻ തുടങ്ങുമ്പോഴുള്ള മാനേജ്മെൻറ്റ് കോസ്റ്റ് നമുക്ക് സഹിക്കാനും താങ്ങാനും കഴിയുന്നതിനേക്കാൾ അധികമായത് കാരണം ഇപ്പോൾ ഒരു 2003 കന്നുകാലി സെൻസസ് പ്രകാരം തന്നെ കേരളത്തിലെ കന്നുകാലി വർഗ്ഗം ഏതാണ്ട് 20% എണ്ണം കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നമ്മുടെ കന്നുകാലി സമ്പത്ത് നേരത്തെ 26 ലക്ഷം ഉണ്ടായിരുന്നത് 22 ലക്ഷമായിട്ട് ചുരുങ്ങിയതായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ പ്രധാനം ഈ കൃഷിയിൽ കന്നുകാലി വളർത്തലിൽ നിന്നുള്ള പ്രശ്നങ്ങളെക്കാളേറെ മാനേജ്മെൻറ്റ് കോസ്റ്റ് താങ്ങാൻ പറ്റാതെ, ഇതിനെ പോറ്റുന്നതിനുള്ള പോറ്റുകൂലി താങ്ങാൻ പറ്റാതെ, ചികിത്സാ ചെലവ് താങ്ങാൻ പറ്റാതെ, അതുപോലെ രോഗപ്രതിരോധ നടപടികളുടെ ചെലവ് താങ്ങാൻ പറ്റാതെ കർഷകർ ഈ രംഗം ഉപേക്ഷിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിന് പരിഹാരമായിട്ട് ഈ തീറ്റ ചെലവ് കുറയ്ക്കുക, രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക, ചികിത്സ ആവശ്യമില്ലാത്ത കന്നുകാലികളെ വികസിപ്പിച്ചെടുക്കുക ഒക്കെ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളായിട്ട് വന്നിരിക്കുകയാണ്. തികച്ചും വ്യത്യസ്തമായ കാലി വളർത്തൽ രീതികളാണ് ഇവിടെ അനുവർത്തിച്ചു വരുന്നത്. കന്നുകാലികൾക്ക് കാര്യമായ തീറ്റയും വെള്ളവും കൊടുക്കുന്ന പതിവ് ഇവിടെയില്ല. വിശാലമായ 10 ഏക്കർ സ്ഥലത്ത് പശുക്കളെയും ആടുകളെയും അഴിച്ചുവിട്ടാണ് വളർത്തുന്നത്. പച്ചപ്പുല്ല് തിന്ന് പുഴവെള്ളം കുടിച്ചു വരുന്ന കാലികൾ പാലുൽപാദനത്തിലും മികവ് പുലർത്തുന്നു. പ്രതിദിനം 2.5 ലിറ്റർ മുതൽ 3 ലിറ്റർ വരെ പാലാണ് ഹൈറേഞ്ച് ഡോർഫ് ഇനം പശുക്കൾ നൽകി വരുന്നത്. എന്നും കാലത്ത് പാൽ കറക്കുന്നത് ചെല്ലമ്മയും തങ്കമ്മയും ചേർന്നാണ്. പാൽ കുപ്പിയിലാക്കി കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ വിൽക്കുകയാണ് പതിവ്. ആയുർവേദത്തിൻ്റെ മാഹാത്മ്യം കാത്തുസൂക്ഷിക്കുന്ന കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയ്ക്ക് ഇവിടുത്തെ പാലിനോട് പ്രത്യേക പ്രതിപത്തി. പൂരിത കൊഴുപ്പുകളും മാംസ്യവുമെല്ലാം കൃത്യമായ തോതിൽ അടങ്ങിയിരിക്കുന്നതാണ് ഇവിടുത്തെ പാലെന്നത് തന്നെ കാരണം. പിണ്ണാക്കും പരുത്തിക്കുരുവുമൊന്നും കഴിക്കാതെ നാടൻ പുല്ലുമേഞ്ഞു വളരുന്ന പശുക്കളുടെ പാലിന് തനിമയുടെ ശുദ്ധത. ഹൈറേഞ്ച് ഡോർഫ് ഇനം കേരളത്തിലെങ്ങും ലഭ്യമല്ലാതായി തുടങ്ങുന്നതും ഇതിൻ്റെ തനിമയ്ക്ക് പൊലിമ കൂട്ടുന്നുണ്ട്. സാധാരണ ഒരു പശുവിൻ്റെ പാലിൽ 87% വെള്ളവും ബാക്കിയുള്ളത് അതിലെ കൊഴുപ്പും കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങളും ചേർന്നതാണ്. പക്ഷേ ഈ സങ്കരവർഗ്ഗം കന്നുകാലികളുടെ പാലിൻ്റെ ഒരു ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ സാധാരണ നമുക്ക് കിട്ടുന്ന ഒരു ഹോൾസ്റ്റൈൻ ഫ്രീഷ്യൻ പശുവിൻ്റെ കൊഴുപ്പിൻ്റെ നിലവാരം എന്ന് പറഞ്ഞാൽ 3.5% ഉള്ളൂ. 3.5% കൊഴുപ്പും 8.5% കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങളും ലഭിക്കുമ്പോൾ ഈ നമ്മളിപ്പോൾ കണ്ട ഹൈറേഞ്ച് ഡോർഫ് പോലെയുള്ള നമ്മുടെ തനത് കന്നുകാലി വർഗ്ഗങ്ങളുടെ കൊഴുപ്പിൻ്റെയും കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങളുടെയും കണക്ക് വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. 8.5% കൊഴുപ്പും 12 മുതൽ 15% വരെ SNFും കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങളും അടങ്ങിയ നല്ല മൂല്യമുള്ള സുഗന്ധവും രുചിയുമൊക്കെ ഉള്ള പാല് നമ്മൾക്ക് ലഭിക്കുന്നു. ഈ വർഗ്ഗങ്ങളെ കൂടുതൽ ഉദ്ധരിക്കുന്നതിനും അതിൻ്റെ ജനറ്റിക് ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ഗവേഷണങ്ങൾ നമ്മൾ ചെയ്യാതെ എവിടെയോ വളർന്നിരുന്ന പശുക്കളുടെ ക്വാളിറ്റി കുറവാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പാലുൽപാദനം വർദ്ധിച്ചു എന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ ഈ പാലുൽപാദനം വർദ്ധിക്കുമ്പോൾ അതിനായിട്ട് ചെലവഴിക്കപ്പെടുന്ന പണത്തിൻ്റെ കണക്കുകൂടെ എടുക്കുമ്പോൾ ഏത് കച്ചവടത്തിലായാലും കൃഷിയിലായാലും ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ നമ്മൾ എടുക്കുമ്പോൾ
വളരെയധികം പണം ചെലവഴിച്ച് കുറച്ച് വരുമാനം ഉണ്ടാക്കുന്നതും സീറോ ഇൻപുട്ടിൽ ധാരാളം വരുമാനം ഉണ്ടാക്കുന്നതും ആത്യന്തികമായിട്ട് ഈ നമ്മളിന്ന് പരിചയപ്പെട്ട കർഷകൻ്റെ സാമ്പത്തിക നില വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം. കടക്കണിയിലാവപ്പെട്ട് സാധാരണ കർഷകൻ കൃഷി ഉപേക്ഷിച്ച് രക്ഷപ്പെടുമ്പോൾ ഇവർ പുതിയ കൃഷി സ്ഥലങ്ങൾ വാങ്ങുന്നു, പുതിയ രീതിയിലുള്ള കൃഷി വ്യാപിപ്പിക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. അപ്പോൾ ഈ ലാഭം കർഷകന് ലഭിക്കാത്തൊരു കാര്യം നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് വലിയ ഗുണം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ മാനേജ്മെൻറ്റാണ്. അതായത് നല്ല സങ്കരവർഗ്ഗം കന്നുകാലികളെ പരിരക്ഷിക്കാൻ നല്ല വൃത്തിയുള്ള കോൺക്രീറ്റ് തറയോടുകൂടിയുള്ള തൊഴുത്ത് വേണം, ധാരാളം വെള്ളം വേണം, ദിവസം പല പ്രാവശ്യം കഴുകി വൃത്തിയാക്കണം. അതുപോലെ തന്നെ പശുവിനെ കുളിപ്പിക്കാൻ, ഈ കുടിവെള്ളത്തിന് പോലും മനുഷ്യൻ കഷ്ടപ്പെടുന്നൊരു കാലഘട്ടത്തിൽ ഒരു പശുവിന് കുടിക്കാൻ 60 ലിറ്റർ വെള്ളവും അതിനെ കഴുകാൻ 100 ലിറ്ററിലധികം വെള്ളവും ആവശ്യമുള്ള ഒരു വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ഭാവിയിൽ ഇതിന് വലിയ പ്രത്യാഘാതങ്ങളുണ്ടാകും. അതേസമയത്ത് പശുക്കൾ അവയുടെ ജന്മനാലുള്ള പ്രകൃതിയുമായി ഇണങ്ങി ചേർന്നിട്ട് പുഴവെള്ളം കുടിച്ച് പച്ചപ്പുല്ല് മേഞ്ഞ് വലിയ ഒരു ഷെഡ് ആവശ്യമില്ലാത്ത, കോൺക്രീറ്റ് തറ പോലും ആവശ്യമില്ലാത്ത മണ്ണിൽ കിടക്കുന്ന പശുക്കളാകുമ്പോൾ രോഗപ്രതിരോധ ശക്തിയോടും ഇപ്പോൾ നാച്ചുറോപ്പതിയുടെയും മറ്റൊരു കാലഘട്ടത്തിൽ പശുക്കളെ അവയുടെ ആ സ്വാഭാവികമായ അന്തരീക്ഷത്തിൽ തന്നെ വളരാൻ വിടുകയാണ് വളരെ നല്ല, അവയുടെ ആരോഗ്യ പരിരക്ഷണത്തിനൊക്കെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കറന്നു കഴിഞ്ഞാൽ പശുക്കളെ അഴിച്ചുവിടും. ഫാമിൽ തന്നെയുള്ള പുല്ലുമേഞ്ഞ് സർവതന്ത്ര സ്വതന്ത്രരായി ഇവിടെ കാലികൾ വിഹരിക്കുന്നു. കാലി മേയ്ക്കാൻ പോകുന്നതിലും ചെല്ലമ്മയും തങ്കമ്മയും സജീവ ശ്രദ്ധ വയ്ക്കുന്നുണ്ട്. ചെല്ലമ്മയെയും തങ്കമ്മയെയും സഹായിക്കുവാൻ തങ്കമ്മയുടെ ഭർത്താവ് തങ്കവേലുവും രംഗത്തു തന്നെയുണ്ട്. പുറത്ത് ചെയ്യേണ്ട ജോലികളൊക്കെ ചെയ്യുന്നത് തങ്കവേലുവാണ്. 7:30 മണിക്ക് പാൽ കറപ്പം. 7:30 മണിക്ക് പാൽ കറന്നിട്ട് 9 കിലോ കൊണ്ട് കമ്പനിയിൽ കൊടുക്കണം. അത് മാസമാകുമ്പോൾ എങ്ങൾക്ക് കാശ് കിടക്കും. കാര്യമായ അസുഖങ്ങളൊന്നും ഇവിടെ കന്നുകാലികൾക്ക് വരാറില്ലെന്നാണ് തങ്കവേലുവിൻ്റെ അഭിപ്രായം. എന്തെങ്കിലും അസുഖം വന്നാൽ തന്നെ പച്ചമരുന്നുകൾ നൽകി അവ പരിഹരിക്കുകയാണ് പതിവ്. പശുക്കളുടെ പ്രസവത്തെക്കുറിച്ച് തങ്കവേലു പറഞ്ഞ കൗതുക കഥ കൂടി ശ്രദ്ധിക്കുക. പ്രസവിക്കുന്നത് ഇപ്പോൾ കാട്ടിലും പ്രസവിക്കും, വീട്ടിലും പ്രസവിക്കും. കാട്ടിൽ പ്രസവിച്ചപ്പോൾ 2 നാளைക്ക് മാട് വീട്ടിൽ വരാത്. പശുക്കൾ വീട്ടിലും കാട്ടിലും പ്രസവിക്കാറുണ്ട്. കാട്ടിലാണ് പ്രസവമെങ്കിൽ പശു 2-3 ദിവസത്തേക്ക് വീട്ടിൽ വരാറില്ല. 3-ാം നാൾ കിടാവുമൊത്ത് വീട്ടിൽ വരികയാണത്രേ പതിവ്. അങ്ങനെ വരുമ്പോൾ അവയെ അന്വേഷിച്ചു പോകേണ്ടതുമില്ലെന്നാണ് തങ്കവേലു പറയുന്നത്. വന്യമായ തനതു സാഹചര്യങ്ങളിൽ കാലികളെ വളർത്തുന്നതുകൊണ്ട് കുളമ്പു രോഗവും അകിടവീക്കവും ഒന്നും ഇവിടുത്തെ പശുക്കളിൽ വന്നു ചേരാറുമില്ല. എന്തിന്, കുത്തിവയ്പ് പോലുമില്ലാതെയാണ് ഇവിടുത്തെ പശുക്കൾ രോഗമില്ലാതെ കഴിയുന്നത്. കേരളത്തിലെ കന്നുകാലികളിൽ പതിവായി അസുഖങ്ങൾ വന്നു ചേരുമ്പോൾ മായമ്പെട്ടിയിലെ ഈ ഫാം തികച്ചും വിസ്മയമാവുകയാണ്. കന്നുകാലികളുടെ രോഗം മാറ്റുവാൻ മറ്റൊരു രീതി കൂടി ഇവിടെ അനുവർത്തിച്ചു വരുന്നുണ്ട്. അത് ഒരു പരമ്പരാഗത വിശ്വാസമാണ്. പാപ്പാത്തി അമ്മയുടെ ചിത്രത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ച് അവിടെയുള്ള ഭസ്മം നൽകിയാൽ ഒരുവിധമുള്ള അസുഖങ്ങളെല്ലാം പൊയ്പോകുമെന്ന് ചെല്ലമ്മയും തങ്കമ്മയും ഇപ്പോഴും വിശ്വസിക്കുന്നു. കാലം ആധുനികമെങ്കിലും വിശ്വാസം പരാജയപ്പെടുത്താതെ വരുമ്പോൾ അതിൽ അവിശ്വാസം കാണിക്കുന്നതെന്തിന് എന്നാണ് ഇവരുടെ ചോദ്യം. പാപ്പാത്തിയമ്മയുടെ പെൺമക്കളുടെ കന്നുകാലി വളർത്തൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. വീട്ടുകാർ മാത്രം, കുടുംബാംഗങ്ങൾ മാത്രം പങ്കെടുക്കുന്ന ഒരു കന്നുകാലി വളർത്തൽ. 140 പശുക്കളെ നോക്കുന്നത് അവർ 2 സ്ത്രീകളും 1 പുരുഷനും മക്കളും ചേർന്ന ഒരു കുടുംബമാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, ഈ പശുക്കളുടെ പരിചരണം തീരെ ആവശ്യമില്ല. പശുക്കൾക്ക് വെള്ളം കൊടുക്കുന്നതിനുള്ള പാത്രങ്ങൾ, അതുപോലെ തന്നെ അവയ്ക്ക് കഴിക്കാനായിട്ട് ധാരാളം വൈക്കോല്, പുല്ല് ഇതൊക്കെ സംഭരിച്ച് വെക്കൽ, കാലിത്തീറ്റകളുടെ കട്ടിയടുക്കി സൂക്ഷിക്കൽ, ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നുമില്ലാതെ തന്നെ വളരെ ചുരുങ്ങിയ സ്ഥലത്ത്, ഒരു 50 സെൻറ്റ് സ്ഥലത്ത് 140 പശുക്കൾ വളരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പ്രത്യേകത നമുക്ക് ബോധ്യമാകും. ഈ 2000 കാലഘട്ടത്തിൽ പാലക്കാട് ജില്ലയിൽ മുഴുവൻ കന്നുകാലികൾക്ക് കുളമ്പ് രോഗം വ്യാപകമായി ബാധിച്ചപ്പോഴും ഈ കന്നുകാലികൾക്കൊന്നും തന്നെ കുളമ്പ് രോഗം ഉണ്ടായില്ല.
പിന്നെ മറ്റൊരു ശ്രദ്ധേയമായ നേട്ടം കണ്ടത് ഈ വന്ധ്യത സങ്കരവർഗ്ഗം കന്നുകാലികളുടെ ഒരു സ്ഥിരം പ്രശ്നമായിട്ട്, സ്ഥിരവന്ധ്യതയും താൽക്കാലിക വന്ധ്യതയും ആകുമ്പോൾ ഈ കന്നുകാലികൾക്കൊന്നും തന്നെ വന്ധ്യത ഒരു പ്രശ്നമേ ആകുന്നില്ല. പിന്നെ ഇപ്പോൾ ഉള്ള പ്രൊഡക്ഷൻ ഡിസീസ് അകിട് വീക്കം, ഈ ക്ഷീരകർഷകരുടെയൊക്കെ പേടിസ്വപ്നമായ അകിട് വീക്കം ഒരു പ്രാവശ്യം പോലും പാപ്പാത്തി അമ്മയുടെ കന്നുകാലികൾക്ക് വന്നിട്ടില്ല എന്നുള്ളതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 200 ആടുകളെയും ചെല്ലമ്മയും തങ്കമ്മയും വളർത്തി വരുന്നുണ്ട്. പലകയടിച്ചുള്ള തട്ടിൽ കിടക്കുന്ന ആടുകൾക്കും അസുഖങ്ങൾ ഇല്ലേയില്ല. ആടുകളെ ഓമനിക്കുന്ന ചെല്ലമ്മ പ്രകൃതി ബന്ധത്തിൻ്റെ മാസ്മരികത നമ്മെ അനുസ്മരിപ്പിക്കുന്നുമുണ്ട്. പഴയ 1-ാം ക്ലാസ് പാഠപുസ്തകത്തിൽ പറയുന്ന മേരിക്കുണ്ടൊരു കുഞ്ഞാട്, മേനി കൊഴുത്തൊരു കുഞ്ഞാട് എന്ന നാടൻ കവിത ചെല്ലമ്മയെ സംബന്ധിച്ചിടത്തോളം അർത്ഥവത്താണെന്ന് തോന്നും. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ആടുമാടുകൾ മൃഗസംരക്ഷണത്തിൽ പരിചരണത്തിൻ്റെ സാന്നിധ്യം വെളിവാക്കുന്നുമുണ്ട്. ആടുമാടുകളുടെ പാൽ വിൽക്കുന്നതിനൊപ്പം അവയെ വിറ്റും ഇവർ പണം സമ്പാദിക്കുന്നു. പാപ്പാത്തി അമ്മയുടെ കുടുംബസ്വത്തായ 10 ഏക്കറിൽ നിന്നും ലഭിക്കുന്ന ആദായം അവിടെ തന്നെ ചെലവിടുന്നതിലും ഇവർ ശ്രദ്ധ വയ്ക്കുന്നു. തുടക്കത്തിൽ ഒരു മാടിൽ നിന്നുമുള്ള വളർച്ച വലിയൊരു ഫാമിൽ എത്തി നിൽക്കുമ്പോഴും അതിൻ്റേതായ താൻപോരിമയൊന്നും ഇവരെ ബാധിക്കുന്നേയില്ല. കന്നുകാലി വളർത്തലിനൊപ്പം നെൽകൃഷിയും ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ ഇവർ മാതൃകയാണ്. നെൽക്കതിരുകൾ വിളഞ്ഞു നിൽക്കുന്ന പാടം കാർഷിക സംസ്കൃതിയുടെ തനത് പാഠങ്ങളാണ് പറഞ്ഞു തരുന്നത്. കന്നുകാലികളിൽ നിന്നും ലഭിക്കുന്ന ജൈവവളമാണ് പാടത്തേക്ക് ഇവർ ഉപയോഗിക്കാറുള്ളത്. കന്നുകാലി വളർത്തലിനൊപ്പം കൃഷിയിൽ ശ്രദ്ധിക്കേണ്ടി വരുമ്പോൾ അത് ഒരു അധിക ഭാരമായി ഇവർ കരുതുന്നില്ല. നെല്ല് കൊയ്യുവാനും കറ്റ മെതിക്കുവാനുമെല്ലാം പ്രത്യേകം ആൾക്കാർ. കാർഷിക വേലയോട് തികഞ്ഞ ആഭിമുഖ്യം പുലർത്തുന്ന വേലക്കാരും ഈ ഫാമിൻ്റെ മഹിമയായി മാറുന്നു. നെൽകൃഷിക്ക് മേൽനോട്ടം നൽകുവാൻ തങ്കമ്മയുടെ മകനും പ്രത്യേകം ശ്രദ്ധ വയ്ക്കുന്നുണ്ട്. തങ്കമ്മയുടെ ബികോംകാരനായ മകന് ഈ കാർഷിക സംസ്കൃതിയോട് അഭേദ്യമായ ബന്ധം. കാർഷിക വൃത്തിയുടെ മാഹാത്മ്യം അഭിമാനപൂർവ്വം പ്രഘോഷിക്കാൻ തയ്യാറാകുന്നത് തന്നെയാണ് ഇവിടുത്തെ വളർച്ചയുടെ ഊടും പാവും നെയ്യുന്നതെന്ന് നിസ്സംശയം പറയാം. പിന്നെ അവങ്കെല്ലാം പിന്നെ വേല വെട്ടിക്കണം. ഇപ്പോൾ ആകല ഞങ്ങൾ ചൊല്ലിയും വിടുறது അപ്പടിയും ഇല്ല. വേല വെട്ടിക്ക് പാരമ്പര്യമായി പകർന്നു കിട്ടിയ കാലി വളർത്തൽ തുടരാനല്ലാതെ കോൺക്രീറ്റ് കാടുകളിൽ വസിക്കുവാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. പൈതൃകത്തിൻ്റെ പൊക്കിൾക്കുടി ബന്ധം അറ്റുപോകാതെ കാത്തുസൂക്ഷിക്കുന്ന ഇവർ ഏത് കാർഷിക പാരമ്പര്യത്തിനാണ് മാതൃകയാകാതിരിക്കുക? പ്രകൃതി ബന്ധത്തിൻ്റെ മാഹാത്മ്യമാണ് ഞങ്ങളെ വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ പിന്നെ വ്യവസായ സംസ്കൃതിയുടെ നടുവിൽ ഇങ്ങനെയൊരു ഫാം യാഥാർത്ഥ്യമാകുമോ? പ്രകൃതിയുടെ ആശീർവാദം പോലെ ഫാമിനരികിൽ സദാ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാറ്റാടി യന്ത്രവും മായംപെട്ടിയുടെ പ്രകൃതിബന്ധ പാരസ്പര്യം വെളിവാക്കുകയാണ്. നമ്മൾ പുവർ മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഈ പ്രകൃതിയിൽ നിന്ന് എത്ര അകലുന്നു അത് ബെറ്റർ മാനേജ്മെൻ്റ് എന്നുള്ള ഒരു തെറ്റായ കൺസെപ്റ്റാണ്. മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളായാലും മൃഗങ്ങളുടേതായാലും പ്രകൃതിയോടിണങ്ങി വെയിലും കാറ്റും മഴയും മഞ്ഞുമൊക്കെ ഏറ്റ് ജീവിക്കുന്നതിനുള്ള ആ ഒരു ആരോഗ്യവും രോഗപ്രതിരോധ ശക്തിയുമൊക്കെ മൃഗങ്ങൾക്ക് ലഭിക്കുന്നില്ല. മനുഷ്യനും ഇപ്പോൾ പ്രകൃതിയിലേക്ക് മടങ്ങുക, പ്രകൃതി ജീവനം എന്നൊക്കെ പുതിയ ആകർഷണങ്ങൾ വരുന്നത് പോലെ തന്നെ മൃഗങ്ങളെ സ്വാഭാവിക അന്തരീക്ഷത്തിൽ സ്വതന്ത്രമായിട്ട് വളർത്തുകയും പ്രകൃതിയിൽ നിന്ന് ലഭ്യമാകുന്ന പ്രാദേശികമായി ലഭ്യമായ തീറ്റ സാധനങ്ങളും വെള്ളവും തീറ്റ വസ്തുക്കളും ഉപയോഗിക്കുകയാണെങ്കിൽ സ്വതേയുള്ള അവരുടെ രോഗപ്രതിരോധ ശക്തിക്ക് യാതൊരു കോട്ടവും തട്ടുന്നില്ല. പക്ഷെ നമ്മൾ ഈ അടച്ചുറപ്പോടുകൂടിയ കോൺക്രീറ്റ് ഷെഡിനുള്ളിൽ വളർത്തുകയും നമ്മളുണ്ടാക്കിയ തീറ്റ കൊടുക്കുകയും നമ്മളുണ്ടാക്കിയ ഭക്ഷണം നൽകുകയും നമ്മൾ കൊടുക്കുന്ന മാനേജ്മെൻറ്റ് സ്വീകരിക്കുമ്പോഴാണ് പ്രകൃതി അതിന് സമ്മാനിച്ച രോഗപ്രതിരോധ ശക്തി മുഴുവൻ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മരുന്നുകൊണ്ട് രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് പകരം ഈ പ്രകൃതി ജീവനത്തിലൂടെ ഈ കന്നുകാലികൾ രോഗപ്രതിരോധ ശക്തി നഷ്ടപ്പെടാതെ ജീവിക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതിയാവും. ഹരിതഭാരതത്തിൻ്റെ ഇന്നത്തെ പ്രയാണം ഇവിടെ അവസാനിക്കുമ്പോൾ കാർഷിക സംസ്കൃതിയുടെ ഈറ്റില്ലത്തിൽ നിന്ന് മടങ്ങുന്ന അനുഭവമാണ് ഞങ്ങൾക്കുണ്ടായത്. ഈ പാരമ്പര്യം ഇവിടെ അവസാനിക്കേണ്ടതല്ല, മറിച്ച് ദേശദേശാന്തരങ്ങൾ കടന്ന് പടർന്നു പന്തലിക്കട്ടെ എന്ന പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ യാത്രയായത്.